പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കുറച്ച് സമയം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ എക്സാമിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോ ഓൾറെഡി ഇത്രയും സമയമായിട്ട് ഇന്നലെ തൊട്ട് ഇത് തന്നെയായിരിക്കും കേട്ടോണ്ടിരിക്കുന്നത്. എന്താണ് എക്സാം, എന്താണ് പോസ്റ്റിംഗ്. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ മാത്രമല്ല, ചുറ്റിലും ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറ്റി തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഫോൺ എടുത്താല്, യൂട്യൂബ് എടുത്താല് എല്ലാം നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, നമ്മൾ കാണുന്ന ഈ ഒരു PSC എക്സാമുകൾ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു സോ കോൾഡ് സൊസൈറ്റിയിലുള്ള ഈ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ഏതൊക്കെ തരത്തിൽ പ്രിപ്പയർ ചെയ്താലാണ് ഈ എക്സാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ PSC ഇപ്പൊ കുറച്ചു കാലമായിട്ട് PSCയുടെ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UPSC മോഡലിലേക്കുള്ള ഒരു സ്വിച്ച് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പഴയ ഒരു ഇതിൽ തത്തമ്മയെ പൂച്ച പൂച്ച പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ ഫീഡിങ് പോലെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് മെല്ലെയാണ് PSC മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മാറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കാണാറുണ്ട്, ഒരുപാട് പേര് 6 വർഷമായിട്ട് 7 വർഷമായിട്ടൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ നോക്കുമ്പോൾ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ ഒരിക്കലും എക്സാം അച്ചീവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടും ഒക്കെ ചിലർ വന്നിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട് ഇവർക്ക് എന്തോ കഴിവുണ്ടോ ഇണ്ടോ എന്നൊക്കെ. പക്ഷെ ഒന്നുമല്ല, അവർ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ നമ്മളും ഇവിടെ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ്. നമ്മളിപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു സൊസൈറ്റിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഫർമേഷന്റെ ഓവർഫ്ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ നല്ല കുട്ടികളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉള്ള കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോ PSC നമ്മൾ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് ഇല്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമൊക്കെ എടുക്കുന്ന സമയത്ത് ഏകദേശം കഴിഞ്ഞ സിലബസിലുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പുറത്തുനിന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഭരണഘടനയുണ്ട്, അതിൽ നിന്ന് മാത്രമായിരിക്കും അവർക്ക് ചോദ്യങ്ങൾ വരാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. സിലബസിലുള്ളത് മാത്രമേ നമ്മൾ പഠിക്കേണ്ടൂ. അഡീഷണൽ ആയിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയാവേ, UPSC ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ആ ഒരു പഠനം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ UPSC മോഡലിലേക്ക് നമ്മൾ മാറ്റണം. ഒരു 10th ലെവൽ എക്സാമിന് പഠിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. കാരണം 10th ലെവൽ ഇപ്പൊ നിങ്ങൾക്ക് പക്ഷേ 10th ലെവൽ എക്സാമുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതിൽ ഒരു 1 വേർഡ് എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ബൈഹാർട്ട് പഠിച്ചു കൊണ്ടുപോയിട്ട് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ രീതിയൊക്കെ PSC പാടെ മാറ്റി കഴിഞ്ഞു. PSC തീരുമാനിച്ചു കഴിഞ്ഞു പഠിക്കുന്ന ആൾക്കാർ മാത്രം എക്സാം ക്രാക്ക് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു അനലിറ്റിക്കൽ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വെറും SCERT അല്ലെങ്കിൽ NCERT മാത്രം ഫോക്കസ് ചെയ്യാതെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി, ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇനി ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മൾ എന്തൊക്കെ നമ്മൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യേണ്ടത്. എക്സാമിന് ഇനി ഒരുപാട് ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ ആരും നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ടെസ്റ്റ് സീരീസുകൾ ചെയ്യാനുണ്ട്, റിവിഷൻ നടത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ നിന്നാണ്. എന്താണ് സിലബസ്? കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് എല്ലാ എക്സാമുകൾക്കും PSC പുറത്തിറക്കാറുണ്ട്. പക്ഷെ നമ്മൾ പലരും എന്താണ് ചെയ്യുന്നത്, യൂട്യൂബുകളിൽ നിന്ന് കുറെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കുറച്ചായിട്ട് പഠിക്കുന്നത്. അവസാന സിലബസ് നോക്കുമ്പോൾ സിലബസിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. പക്ഷെ എക്സാമിന് PSC കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇല്ല എന്നല്ല. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി പോർഷൻസും കാര്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഈ സിലബസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ കയ്യിലെടുക്കേണ്ടത്, നമ്മുടെ ബൈബിൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ പൊളിറ്റിയുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പ്രിയാമ്പിളിന്റെ ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ പ്രിയാമ്പിളിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യങ്ങളും അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറയുന്നത് എവിടെയാണ്, നമ്മുടെ പ്രിയാമ്പിളിലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ പ്രിയാമ്പിളിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു
എക്സാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സിലബസ് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ പ്രിലിംസിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ്. കാരണം ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ സിലബസ് അവൈലബിൾ അല്ല. പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിലിംസിന്റെ സിലബസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, നെക്സ്റ്റ് പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ നമ്മുടെ DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രിലിംസിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പ്ലസ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, പല കാര്യങ്ങളും അവർ ചോദിക്കും. ചിലപ്പോൾ പുതിയ പുതിയ നിയമനങ്ങളായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഇടയ്ക്കിടയ്ക്ക് അറ്റോർണി ജനറൽ മാറാറുണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മുടെ അങ്ങനെയുള്ള ഒരുപാട് കമ്മീഷനുകളുടെ ചെയർമാൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാറാറുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറാറുണ്ട്, ഗവർണർമാർ മാറാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടക്കാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നോക്കി വെക്കണം. ഞാൻ സിലബസിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദു പോലുള്ള ഏതെങ്കിലും ഒരു നല്ല ന്യൂസ് പേപ്പർ നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയൽ ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് അന്നത്തേക്ക് വെക്കരുത്, എക്സാമിനേക്ക് വെക്കരുത്. പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക, കാരണം എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സെറ്റ് ആക്കി വെക്കുക. നമ്മുടെ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്നതാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരിവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അവർ പോകാൻ തീരുമാനിച്ചതല്ല, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമരങ്ങളുടെ ഫലമായിട്ട് അവർ ഇന്ത്യ വിട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു. അവിടുന്നാണ് നമ്മുടെ പൊളിറ്റിയുടെ തുടക്കം. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ തുടക്കം ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? ഭരണഘടനാ സഭ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊന്നും പറ്റത്തില്ല. അപ്പൊ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണിത്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ PYQ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 389 പേരാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് മലയാളികളുണ്ട്. അപ്പൊ സ്ലൈഡിൽ ആരോ ഒന്ന് ഡ്രോ ചെയ്യുന്നത്, ആരാണ് ആള്? മുഹമ്മദ്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വരുന്ന സമയത്ത് മലയാളികളുണ്ട്, കുറെ വനിതകളുണ്ട്. കേരളത്തിൽ നിന്ന് 3 വനിതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നമ്മുടെ കേരളം ബേസ് നമ്മൾ നോക്കുന്ന സമയത്തും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ഇത് രൂപീകരിച്ചത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എപ്പോഴാണ് രൂപീകരിച്ചത്? ആർക്കെങ്കിലും അറിയാമോ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എപ്പോഴാണ് രൂപീകരിച്ചത്? ആർക്കെങ്കിലും അറിയാമോ? 1935 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് ഇതിലൊന്നും തീരുമാനിച്ചില്ല. ക്യാബിനറ്റ് മിഷൻ ഒക്കെ അതിനു ശേഷമല്ലേ വന്നത്? യെസ്, 1949 പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? 1947 വന്നു, 1949 വന്നു, 1935 വന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? ഓക്കെ, 1946 വന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? ഇനി ഏതെങ്കിലും ഇയർ ഉണ്ടോ? ആർക്കെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? കൃത്യമായിട്ട് ഡേറ്റ് അടക്കം ആർക്കെങ്കിലും 1945 വന്നു. കൃത്യമായിട്ട് ആർക്കെങ്കിലും ഡേറ്റ്, മന്ത്, ഡേറ്റ് അങ്ങനെ ആർക്കെങ്കിലും അറിയാവോ? December 6 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏത് ഇയർ കൺഫ്യൂസ്ഡ്? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? 46, 47. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ 46 ഉണ്ടാവും, 47 ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ PSCയുടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒരാള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഡേറ്റ് നോക്കി കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരേ ഇയറും 4 മന്തിന്റെ ഡേറ്റ് സെയിം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റിക് നോളജ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റാറ്റിക്. നമ്മുടെ ഈ ടോപ്പിക്കിൽ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പൊ തന്നെ കൺഫ്യൂഷൻ ആയി. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ഒരാൾ പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ട് ഡേറ്റ് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. അതിനുള്ള അവസരങ്ങളൊക്കെ PSC പണ്ടേ എടുത്തു കളഞ്ഞു. കാരണം ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല. ചിലപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇപ്പൊ രൂപീകരിച്ചു എന്നുള്ള തരത്തിലായിരിക്കും. യെസ്, 1946 December 6 ആണ്, ശരിയാണ്. പക്ഷെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോഴും പലർക്കും പല ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്, പല കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എന്താ പറയാ, നമുക്ക് പക്ക ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വന്നത്, ഡൗട്ട് വന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പറഞ്ഞ സമയത്ത് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് 3 പേരാണുള്ളത്. കേരളത്തിൽ നിന്ന് 3 വനിതകളുണ്ട്. ആ 3 വനിതകളുടെ പേര് ആർക്കെങ്കിലും അറിയാവോ? ഇതൊക്കെ PSC ഇടക്കിടക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 വനിതകൾ ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും അറിയാവോ? ആ, ഓക്കെ, 2 പേരായി. ഒരാൾ കൂടെ ഉണ്ടല്ലോ. യെസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ആ, ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരാള് അക്കാമ ചെറിയാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അക്കാമ ചെറിയാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ അല്ല. പക്ഷെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്. അക്കാമ ചെറിയാൻ നമുക്ക് അത്യാവശ്യം നല്ല ഫെമിലിയർ ആയ ഒരു പേരാണ്. അപ്പൊ നമുക്ക് എന്ത് വരും, അക്കാമ ചെറിയാൻ ഇപ്പൊ ഓപ്ഷനിൽ എന്തായാലും അവരെന്ത് ചെയ്യും, അക്കാമ ചെറിയാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് വരും, ഒരു കൺഫ്യൂഷൻ വരും. അക്കാമ ചെറിയാൻ ആണോ അല്ലയോ? സെക്കൻഡ് ഒന്ന് ഇത് സ്ക്രീൻ ഒന്ന് പോയിട്ടുണ്ട്, ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പലരും ഞാൻ കണ്ടു. ഞാൻ അത് നിങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നോക്കുമെന്ന് വേണ്ടി ചോദിച്ചിട്ടാണ് അക്കാമ വെച്ച്. കാരണം എല്ലാം പലരും നമ്മളിൽ ഒരുപാട് കുട്ടികളെ കാണുന്നതാണ്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഈ അക്കാമ ചെറിയൻ അത്യാവശ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. നമുക്ക് തിരുവിതാംകൂറിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ അതിലേക്ക് ഒരു കുത്താനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഇപ്പൊ 3 പേരുകളാണല്ലോ നിങ്ങൾ പറഞ്ഞത്, കൃത്യമാണ്. നമ്മൾ അമ്മു സ്വാമിനാഥൻ പറഞ്ഞു, ആനി മസ്ഫീൻ പറഞ്ഞു, പിന്നെ നമ്മൾ വേറൊരാളുടെ പേര് കൂടി പറഞ്ഞു. ഏതായിരുന്നു? ദാക്ഷായണി വേലായുധൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാക്ഷായണി വേലായുധൻ. അപ്പൊ ഇത്തരത്തില് കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിരിക്കണം. എന്ത് പഠിക്കും, കാരണം വെറുതെ വലിച്ചു വാരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഇപ്പൊ തന്നെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫർമേഷന്റെ ഒരുപാട് ഔട്ട്ഫ്ലോ ആണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രിയാമ്പിളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴാണ് പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ? എപ്പോഴാണ് പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് പ്രിയാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എങ്ങനെയാണ് നമുക്ക് പ്രിയാമ്പിൾ വന്നത്? പ്രിയാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ പ്രിയാമ്പിളിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം പൊളിറ്റി ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സമയത്തിന്റെ പരിമിതി കൂടി നമുക്കുണ്ട്. അപ്പൊ നമുക്ക് പ്രിയാമ്പിൾ പറയുന്ന സമയത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അമേരിക്കൻ മാതൃകയെ നമ്മൾ ആ ഒരു മോഡലിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇത്തരത്തിലുള്ള 5 കാര്യങ്ങൾ. നമ്മൾ പരമാധികാരമുള്ള ഒരു രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വം ഉണ്ട്, സോഷ്യലിസ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണെന്ന് കൃത്യമായിട്ട് എവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രിയാമ്പിള് കണ്ട ഒരാൾക്ക് മനസ്സിലാവും ഇന്ത്യ എങ്ങനെയാണെന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ്, ഇന്ത്യയിൽ വേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തതെന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ കൃത്യമായിട്ട് പറയുന്നത്.
പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. ഇത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇത് അവിടെ ഒരു ഡേറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1949 നവംബർ 26 നവംബർ 26 നമ്മൾ എന്ത് ഭരണഘടനാ ദിവസമായിട്ട് ആചരിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പൊ ആ ഡേറ്റ് പറയുന്നുണ്ട്. പിന്നെ എന്ത് വേറൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയുടെ അധികാരി, ഇന്ത്യയുടെ പരമാധികാരി ആരാണ്? ഇന്ത്യയുടെ ജനങ്ങളാണ്. നമ്മൾ ഇലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, പാർലമെന്റ് അംഗങ്ങളുണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, രാഷ്ട്രപതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പരമാധികാരി എന്ന് പറയുന്ന സമയത്ത് ആരാണ്? ഇന്ത്യയിലെ ജനങ്ങളാണ്. മുഴുവൻ അധികാരങ്ങളും എവിടെയാണ് ഇന്ത്യയുടെ ജനങ്ങൾക്കാണ്. അത് കൃത്യമായിട്ട് എവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രിയാമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പ്രിയാമ്പിള് ഭരണഘടനയുടെ മറ്റേത് ഭാഗം പോലെയോ ആണ്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? പാർലമെന്റിന് ഇത് അമെന്റ് ചെയ്യാം. പക്ഷെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു കാര്യം കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാന ഘടനാ സിദ്ധാന്തമുണ്ട്. അതായത് ഇന്ത്യയുടെ കുറച്ച് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. അതിലൊന്നും തൊട്ട് കളിക്കാൻ പാടില്ല. പക്ഷെ പ്രിയാമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയുടെ മറ്റേത് ഭാഗം പോലെയും പാർലമെന്റിന് അമെന്റ് ചെയ്യാം. നമ്മൾ ഒരു തവണ പ്രിയാമ്പിൾ അമെന്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴായിരുന്നു അത്? നമ്മൾ ഒരു തവണ പ്രിയാമ്പിൾ അമെന്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴായിരുന്നു അത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ ഒരു തവണ അമെന്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴായിരുന്നു? ആർക്കെങ്കിലും അറിയാവോ? 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ത് ചെയ്ത് നമ്മൾ പ്രിയാമ്പിള് അമെന്റ് ചെയ്തിട്ടുണ്ട്. 3 വാക്കുകൾ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ 3 വാക്കുകളും ഭരണഘടന കൊണ്ടുവരുന്ന സമയത്ത് ഇല്ലായിരുന്നു. 42ാമത്തെ 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ത് ചെയ്തത്? ഈ ഒരു വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിയാമ്പിളുമായിട്ട് പഠിക്കാനുള്ളത്. ഇനിയും കുറച്ച് ഡീറ്റെയിലേക്ക് പോകുന്ന സമയത്ത് പ്രിയാമ്പിളിന്റെ നമുക്ക് UPSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇത്രയും ഒരു പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രിയാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ആർക്കാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. ഇന്ത്യയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 4 കാര്യങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചേക്കുക. വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. ആ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ തന്നെ പ്രിയാമ്പിൾ ഓക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ ആദ്യം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഭരണഘടനയിൽ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ സ്വത്തവകാശം, അത് നമ്മൾ എന്ത് ചെയ്തു? 44ാമത്തെ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? നമ്മൾ റിമൂവ് ചെയ്തു. ഭേദഗതികൾ നിങ്ങൾക്കറിയാം. നമ്മൾ ഭരണഘടന നമുക്കറിയാം എപ്പോഴും പണ്ടുള്ള ഒരു ഭരണഘടനയാണ്. അപ്പൊ അത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരുത്തും. അതാണ് അമെന്റ്മെന്റ്സ്, ഭേദഗതികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം റിമൂവ് ചെയ്ത്. ഞാൻ ഒന്നിലും ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേങ്കിൽ ഇത് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കുറച്ച് ഒന്ന് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഐഡിയ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നുണ്ട്. പിന്നെ ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ റൈറ്റ് ടു ഇക്വാലിറ്റി? റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മുടെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ ഇത്രത്തോളം അവകാശങ്ങൾ കൊടുത്തിട്ട് അത് നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ അവകാശങ്ങൾ കൊടുത്തതിന് യാതൊരു അർത്ഥവും ഇല്ല. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 32 എന്ത് കൊടുത്തിട്ടുള്ളത്? ഭരണഘടനാപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരിഹാരങ്ങൾ കാണാം. നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതി വരെ പോകാനുള്ള അധികാരമുണ്ട്. അപ്പൊ റിട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം. എല്ലാ കോടതികൾക്കും പറ്റുമോ? ഇല്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സെർഷ്യോറാറി, കോ വാറന്റോ എല്ലാം കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിൽ 5 റിട്ടുകൾ ഉണ്ട്. നമുക്ക്
ഭരണഘടനാപരമായിട്ട് പരിഹാരങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. 5 തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട്. ഇതിൽ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാമുകൾക്കും, ഈ ഒരു എക്സാം എന്നല്ല, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ KS ആയാലും അല്ലെങ്കിൽ ഏത് എക്സാമുകളായാലും ഈ ഒരു ടോപ്പിക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇത് സ്റ്റാറ്റിക് ആണ്, ഇതിൽ മാറ്റം വരുത്തൂല. നിങ്ങൾ ഒരു തവണ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാമിന് നിങ്ങൾ പോകുന്നതും ഇത് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ്? എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഒരുപാടെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. 14 എന്താണ് പറയുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് പറയുന്നത്. 16 ആർക്കെങ്കിലും അറിയാവോ? 16 അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഇക്വാളിറ്റി. അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. സമയത്തിന്റെ ഒരു ചെറിയ പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡാക്കുന്നത്. ഓൾറെഡി 9:30 ആയിരുന്നു പറഞ്ഞത്, ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള മുഴുവൻ ഫണ്ടമെന്റൽ റൈറ്റ്സും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ റിട്ടുകൾ വരുന്നുണ്ട്. റിട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 5 തരത്തിലുള്ള റിട്ടുകളാണ്. മാത്രമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ട നമുക്ക് കോടതികളിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിഷ്യബിൾ ആണ്, ലീഗലി എൻഫോഴ്സബിൾ ആണ്. പക്ഷെ DPSPയുടെ കാര്യത്തിൽ എന്താണ്? അത് നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം, അതായത് വെൽഫെയർ, ആ ഒരു സങ്കല്പത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണ് DPSP. ഇതിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു അമേരിക്കൻ ആശയമാണ്. DPSP എവിടെയാണ്? നമ്മുടെ ഒരു ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? DPSP നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അവര് സ്പാനിഷിൽ നിന്നാണ്, നമ്മൾ അത് എടുത്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമുക്കറിയാം ഇത്രയും അവകാശങ്ങളും ഒക്കെ തന്നിട്ട് നമുക്ക് തിരിച്ച് ഒരു കടമ ഉണ്ടെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. USSR, അതായത് സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യയുടെ മോഡലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പൊ ആ ഒരു കാര്യം കൂടി എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം റെലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണം. സിറ്റിസൺഷിപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത്. സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് 2019 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ സിറ്റിസൺഷിപ്പ് ഇപ്പൊ കറന്റ് എന്താണ്, കുറച്ചൊന്ന് റിലവന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? PSCക്ക് അങ്ങനെ റിലവന്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ പഠിച്ചു വെക്കണം. സിറ്റിസൺഷിപ്പ് നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമുക്ക് ഫെഡറൽ രാജ്യമാണെങ്കിൽ കൂടി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വേറെ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ യൂണിയന് വേറെ, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ ഒറ്റ സിറ്റിസൺഷിപ്പ് ആണ്, ഇന്ത്യൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് നഷ്ടമാവും. അപ്പൊ നമ്മുടെ സിറ്റിസൺഷിപ്പ് അതാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്ത് ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പ് പറയുന്നത്. ഞാൻ ഒന്ന് ബോർഡർ ചെയ്ത് പോകുന്ന മാത്രമേ ഉള്ളൂ, കാരണം ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ എടുക്കാറുണ്ട്. നമ്മളെ ബാച്ചിൽ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ അത് മുഴുവൻ പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്ന സമയത്ത് ഇന്ന് വരെ 106 അമെന്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ 106 പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC പറയുന്ന കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെയാണ്. ഒന്നാമത്തെ അമെന്റ്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ അമെന്റ്മെന്റ് എന്താണ് മാറ്റം വരുത്തിയത്? നമ്മുടെ ഭരണഘടനയിലെ 9ാമത്തെ ഷെഡ്യൂൾ ഏഡ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു അമെന്റ്മെന്റ് 7ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഒരു ഗവർണറെ തന്നെ 1-2 സംസ്ഥാനങ്ങളിൽ നിയമിക്കാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയുടെ കീഴിൽ 1-2 സംസ്ഥാനങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളെ ലക്ഷദ്വീപ് വരുന്നത് കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് 7ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. പിന്നെ 11ാമത്തെ അമെന്റ്മെന്റിൽ എന്താണ് പറയുന്നത്? അതുവരെ എങ്ങനെയായിരുന്നു? വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാൻ ജോയിന്റ് സിറ്റിംഗ് ആയിരുന്നു. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചിരുന്ന് ആയിരുന്നു ഇലക്ഷൻ നടത്തിയത്. പക്ഷെ ആ ജോയിന്റ് സിറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞത് 11ാമത്തെ അമെന്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു അമെന്റ്മെന്റ് വരുന്നത് 24ാമത്തെ അമെന്റ്മെന്റ് ആണ്. 24ാമത്തെ അമെന്റ്മെന്റിൽ പറയുന്നത് നമ്മുടെ പാർലമെന്റ് പാസാക്കി അയക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്ക് പ്രസിഡന്റ് നിർബന്ധമായിട്ടും അസന്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത് 24ാമത്തെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ്. ഓർത്ത് വെക്കുക, 24ാമത്തെ അമെന്റ്മെന്റ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ?
ഇത് പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എങ്ങനെയാണ് അപ്രോച്ച് എന്ന് പറയാം. ഞാൻ ഈ സിലബസ് ഒന്ന് തീർക്കുകയാണ്. അപ്പൊ ഈ ഒരു അമെന്റ്മെന്റ്സ് 24 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ 42nd ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു, ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അമെന്റ്മെന്റുകൾ, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. പിന്നെ 44th നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ ഇല്ലായിരുന്നു തുടങ്ങുന്ന സമയത്ത്. പിന്നീട് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 44ാമത്തെ അമെന്റ്മെന്റ് ആണ്. നമ്മുടെ ഭരണഘടനയിൽ സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു, അത് അവിടുന്ന് മാറ്റി ആർട്ടിക്കിൾ 300A ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അവിടുന്ന്. അത് 44ആണ്. പിന്നെ നമുക്ക് 52nd ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. എന്താണ് പറയുന്നത്? നമ്മൾ ഈ പാർലമെന്റിൽ ഇപ്പോൾ ഒരാൾ തന്നെ എന്ത് ചെയ്യുക, 2ൽ കൂടുന്ന സീറ്റുകളിൽ മത്സരിക്കുക, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട MP എന്ത് ചെയ്യുക, അവർക്ക് 6 മാസം വരെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാം. പക്ഷെ 6 മാസത്തിന് ശേഷം അവർ വേറെ പാർട്ടിയിലേക്ക് ചേരുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, അവരെ അവിടുന്ന് കൂറുമാറ്റ നിരോധന നിയമം, അതാണ് അറിയപ്പെടുന്നത്. അവർ കൂറുമാറിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറ്റും. അതാണ് 52ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 61ആണ്. അതുവരെ 21 വയസ്സ് പൂർത്തിയായ ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈ 61ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം എന്ത് ചെയ്തു, 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് അത് മാറ്റി. ആ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ 69ാമത്തെ അമെന്റ്മെന്റ് ആണ് എന്ത്, നമ്മളെ ഈ ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിറ്ററി എന്നുള്ള പൊസിഷൻ കൊടുത്തത് 69ാമത്തെ അമെന്റ്മെന്റ് ആണ്. പിന്നെ 73rd and 74 അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് നമ്മുടെ 73, 74 അമെന്റ്മെന്റുകൾ എന്തെ കുറിച്ചാണ് പറയുന്നത്? 73, 74 ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത്? എനിവൺ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് 73, 74 അമെന്റ്മെന്റുകൾ. ആരെങ്കിലും അറിയാവോ? 73 പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും അവർക്ക് ഭരണഘടനാ പദവി നൽകിയത് 73ാമത്തെ അമെന്റ്മെന്റ് ആണ്. 74ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മുടെ നഗരപാലിക അമെന്റ്മെന്റ് എന്ന് പറയും. നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്ക് അവർക്കൊക്കെ എന്ത് ചെയ്യാണ്, ഭരണഘടനാ പദവി കൊടുത്തിട്ടുണ്ട്. അത് 73, 74ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് 86th, നിങ്ങൾക്ക് അറിയാലോ, വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റി. 21A ഇൻസേർട്ട് ചെയ്തു. 21A എന്ന ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 86ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. പിന്നെ 91st ഉണ്ട്, 97th ഉണ്ട്, പിന്നെ 101, 102 അതുവരെ. പിന്നെ ഈ 106 വരെയുള്ള അമെന്റ്മെന്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലിപ്പോ 106ാമത്തെ അമെന്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, റിലവന്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ള നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല്. അത് പിന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ 106 പറഞ്ഞില്ല, ഞാൻ കുറച്ചെണ്ണേ പറഞ്ഞുള്ളൂ. ഇതാണ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പക്ഷെ വേറൊരാളാണെങ്കിൽ എന്ത് ചെയ്യും, അവര് മൊത്തം 106 അമെന്റ്മെന്റ്സും പഠിക്കും. ഒരു കാര്യമില്ല, 106 എന്തായാലും PSC ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ സിലബസിൽ, മെയിൻസിന്റെ സിലബസിൽ PSC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ അമെന്റ്മെന്റ്സ് ചോദിക്കുമെന്നുള്ളത്. ആ അമെന്റ്മെന്റ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഹാർഡ് വർക്ക് അവിടെ നിന്ന് ഒഴിവാക്കുക. യെസ് ശരിയാണ്. അപ്പൊ നമ്മൾ ഈ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യാം. എല്ലാവരും, മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മുഴുവൻ വാരി വലിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ അപ്രോച്ച് ഒഴിവാക്കുക. നമ്മൾ സ്മാർട്ടായിട്ട് നമ്മുടെ സിലബസിൽ എന്താണോ പറഞ്ഞത് അത് പഠിച്ചിട്ട് നമുക്കറിയാം, നമുക്കിപ്പോ പ്രിലിംസ് പാസ്സാവാനാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്കൊന്നും വേണ്ട. നമുക്കൊരു സ്ട്രാറ്റജി വെക്കാം, നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടക്കാനുള്ള മാർക്ക്. എന്നാൽ മെയിൻസിന് നമുക്ക് എന്ത് വേണം, നല്ല മാർക്ക് വേണം. ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആ ഒരു റാങ്കിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും പഠിക്കുക. പ്രിലിംസിന് വേണ്ടി ആരും പഠിക്കരുത്, ഞാൻ ഇപ്പോഴും പറയുന്നു. പറയാം, അടുത്ത ഇത് ടോപ്പിക് മെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ മാത്രമല്ല പൊളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസിനായാലും മെയിൻസിനായാലും നല്ലൊരു മാർക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടി പഠിക്കുക. മെയിൻസിന് വേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം പ്രിലിംസിന്റെ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, മെയിൻസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് കഴിഞ്ഞ ആകെ 1-2 മാസം മാത്രമേ നിങ്ങൾക്ക് മെയിൻസിന് കിട്ടുള്ളൂ. അപ്പൊ ഈ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ അവർക്ക് നോട്ടൊക്കെ പ്രിലിംസ് ആകുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ടാവും. മെയിൻസിന്റെ സമയത്ത് അവർക്കൊന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതി. അത് മാത്രമല്ല, ഈ തവണ എന്തുണ്ട്, ഒരു സ്പെഷ്യൽ ടോപ്പിക്, ഒരു സ്പെഷ്യൽ സെക്കൻഡ് പേപ്പർ കൂടെ വരുന്നുണ്ട്. അപ്പൊ മെയിൻസിന്റെ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഓൾറെഡി മെയിൻസിന് വേണ്ട പേപ്പർ 1 ക്ലിയർ ആണെങ്കിൽ പേപ്പർ 2 നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ UPSC
ആ ഒരു അപ്രോച്ച് നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം എന്താണ്, UPSC അങ്ങനെയാണ്, നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ പ്രിലിംസ് ക്ലിയർ ആവും. പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പൊ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടത്. പഠിക്കുന്ന കാര്യത്തിലായാലും എക്സാം അറ്റൻഡ് ചെയ്ത കാര്യത്തിലായാലും. പിന്നെ എക്സാമിന് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, ഇനി ഇതിൽ പ്രിലിംസിന്റെ ടോപ്പിക്കിൽ വരുന്നത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെ അത് മെയിൻസിന്റെ ടോപ്പിക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എമർജൻസി, നമ്മുടെ നാഷണൽ എമർജൻസി ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് റൂൾ ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. മെയിൻസിന്റെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കണേ, പ്രിലിംസിന്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പോവാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇത് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് വേണ്ടി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി ആൻഡ് കോ വാറന്റോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് DPSP, ഇതും നമ്മൾ ഇതാ പ്രിലിംസിന്റെ ടോപ്പിക് നോക്കുന്ന സമയത്ത് ഇവിടെ കഴിഞ്ഞു അത്. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അത് അവിടെ പറഞ്ഞു. പിന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി. ഇത് നിങ്ങൾ ചിന്തിക്കും, ഇത് പറഞ്ഞില്ലല്ലോ. ഇത് കൃത്യമായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ പ്രിലിംസിന്റെ, അതെ, പ്രിലിംസിന് സാധാരണയായിട്ട് അങ്ങനെയാണ്. പക്ഷെ ഇനി ഈ പ്രാവശ്യം എന്തെങ്കിലും മാറ്റം വരുമോ, മാർക്ക് കൂടുവോ? എന്തായാലും കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇപ്പൊ നമുക്ക് അറിയത്തില്ല. 5 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, ജുഡീഷ്യറി ഇതൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? പ്രിലിംസിന്റെ നിങ്ങളെ സിവിക്സിന്റെ ടോപ്പിക്കിൽ കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിവിക്സിന്റെ ടോപ്പിക്ക് നോക്കിയ ഒരാൾക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും പൊളിറ്റിയും സിവിക്സും കമ്പൈൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം രണ്ടും ഒരുപാട് ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക്കുകൾ, മെയിൻസിന്റെ പൊളിറ്റിയിൽ വരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ സിവിക്സിൽ നമ്മൾ ക്ലിയർ ചെയ്യും പ്രിലിംസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് പറഞ്ഞു. അതല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്? 42nd, 44th, 52, 73, 74, 86, 91, 97. പിന്നെ നമ്മളെ 100 മുതൽ 105 വരെയുള്ള, ഇപ്പൊ 104 ഇവിടെ കൊടുത്തത്, കുറച്ച് മുന്നേ ഉള്ള സിലബസ് ആണ്. 105ഉം 106ഉം കൂടെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തുണ്ട്, അമെന്റ്മെന്റ്സ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിച്ചു? പ്രിലിംസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തത് നിങ്ങൾ കണ്ടോ? പക്ഷെ ഇവിടെ ഡീറ്റെയിൽ ചെയ്ത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, PSC, ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? പ്രിലിംസിന് വേണ്ടി നിങ്ങൾ ഒന്നും പഠിക്കണ്ട, മെയിൻസിന് വേണ്ടി നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ തന്നെ എന്താണ്, പ്രിലിംസ് സെറ്റ് ആണ്. നിങ്ങൾ മെയിൻസ് ആ ഒരു എപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആ മെയിൻസ് മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞിട്ടല്ലേ മെയിൻസ്, എനിക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. പ്രിലിംസിന് നമുക്ക് ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട. ഇംഗ്ലീഷും മലയാളം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കണം എന്നല്ലാതെ ഈ പൊളിറ്റിയുടെ ടോപ്പിക് അല്ലെങ്കിൽ വേറെ ഏത് ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞാലും മെയിൻസിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. പ്രിലിംസ് താനേ നമ്മുടെ കൂടെ വന്നോളും. ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ സുപ്രീം കോടതി, ഹൈക്കോടതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സിലബസ്. നിങ്ങൾക്ക് അറിയാം, കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പക്ഷെ നമുക്ക് നമ്മളെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ക്രിസ്പ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി, ഡീപ്പ് ലേണിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മുടെ സിലബസിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പുറത്തുനിന്നൊന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞത് വെച്ചിട്ട് സിലബസിലുള്ള ഒരു കാര്യം പോലും വിടാൻ പാടില്ല, ഒരു വാക്ക് പോലും വിടാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുക. നമ്മളെ ഈ സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. സിലബസ് ഓക്കെ ആണോ എല്ലാവർക്കും? സിലബസ് ഓക്കെ ആണോ? ഓക്കെയാണ്. ഇപ്പൊ നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും പൊളിറ്റിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എടുക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് NCERT, SCERT സ്റ്റാൻഡേർഡ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ല PDF രൂപത്തിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞപാട് തന്നെ കിട്ടാറുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടാവാറ്. ക്ലാസ് കഴിഞ്ഞപാട് തന്നെ നിങ്ങൾക്ക് നോട്ട് കിട്ടും. ഇനി ഇതിൽ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് NCERT, SCERT. ആദ്യം SCERT, പക്ഷെ ഡിഗ്രി ലെവലിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് NCERT-കൾക്കാണ്. NCERT സബ്ജക്ട് പ്രത്യേകിച്ച് +1, +2 നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. പിന്നെ UPSC മോഡിലേക്ക് സ്വിച്ച് ചെയ്തെന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി, സ്റ്റാൻഡേർഡ് ബുക്കാണ്. നമ്മൾ UPSC റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കാം. മറ്റേതെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കാം. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ നോട്ടുകൾ എങ്ങനെയായിരിക്കും? കമ്പൈൻ ചെയ്തായിരിക്കും. SCERT, NCERT,
പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ബുക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. നമ്മൾ PYQ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു കീ ഏരിയാസ് ഉണ്ടാവും, അത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കാറ്. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നമുക്ക് സമയം അതിക്രമിച്ചു എന്ന് അറിയാം, ഒരു കുറച്ച് സമയം കൂടിയുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ LSTI മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല, പക്ഷെ കഴിഞ്ഞ LSTI മെയിൻസിന് ഒരുപാട് 5ൽ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പൊളിറ്റിയിൽ. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 5അല്ല, എനിക്ക് തോന്നുന്ന ഒരു 8 മുതൽ ഒരു 10 വരെ കറണ്ട് അഫയേഴ്സും കൂടെ നോക്കുന്ന സമയത്ത് ഒരു 8 to 10 ആ ഒരു മാർക്കിൽ എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഞാനൊന്ന് വായിക്കാം. ദ 104th അമെന്റ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മൾ നേരത്തെ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് പറഞ്ഞേ, ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, മെയിൻസിന്റെ ടോപ്പിക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കൊടുത്ത കണ്ടോ 104. ഇത് നോക്കാതെ പോയ ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, അയാൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആൻസർ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, 1 and 3. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് നോക്കാതെ പോയ ഒരാളാണെങ്കിൽ ഒരിക്കലും, ഈ കാണാതെ പോയ ഒരാളാണെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആയിരിക്കും. പക്ഷെ സിലബസ് കൃത്യമായിട്ട് പഠിച്ചു പോയ ഒരാളാണെങ്കിൽ അവർ സുഖമായിട്ട് ഈ ഒരു മാർക്കും വാങ്ങി വരും. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, 1 and 3 ആണ് ആൻസർ. ഒന്ന് നമുക്കിത് എങ്ങനെ നോക്കാം. SC/ST റിസർവേഷൻ സീറ്റ്സ് ഇൻ പാർലമെന്റ് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, it removed the reserved seats of Anglo-Indian community in Lok Sabha and state legislative assemblies. നമ്മൾ Anglo-Indian റിസർവേഷൻ ഒഴിവാക്കിയത് 104ാമത്തെ അമെന്റ്മെന്റ് ആണ്. EWS വരുന്നത് ഏതാണ്, 103ാമത്തെ അമെന്റ്മെന്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കാതെ പോയ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഓൾ ഓഫ് ദി അബവ് ഒക്കെ കുത്തും, ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യാം, പക്ഷേ കൃത്യമായിട്ട് അമെന്റ്മെന്റ്സ് അങ്ങ് പഠിച്ചു പോയ ഒരാളാണെങ്കിൽ പെട്ടെന്ന് വായിച്ച് 1 and 3 കുത്തി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മുടെ ടൈമാണ് അവിടെ സേവ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെയിം എക്സാമിന് നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരേ ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഒരേ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഈ PYQ ഒന്നും നോക്കാതെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുഴുവൻ പഠിക്കുന്ന, അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന, പക്ഷെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ഏരിയ ഇതാണ്, ഇവിടുന്ന് ഒരുപാട് 2 ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നു, അപ്പൊ ഈ ടോപ്പിക് നന്നായിട്ട് നോക്കണം എന്ന് വെച്ചിട്ട് 1 മുതൽ 106 വരെയുള്ള അമെന്റ്മെന്റ്സ് പഠിക്കാൻ പോയാൽ നടക്കുമോ? ഇല്ല. അടുത്ത എക്സാം എല്ലാം കിട്ടുമായിരിക്കും, ഈ എക്സാം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക് അമെന്റ്മെന്റുകളാണ് പ്രധാനമായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞു എന്ന് നോക്കുക, അത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്ന D ആണ്, ഓൾ ഓഫ് ദി അബവ് ആണ്. 73rd അമെന്റ്മെന്റ് എന്താണ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. 11th ഷെഡ്യൂൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഏഡ് ചെയ്തു. പിന്നെ നമ്മൾ പാർട്ട് 9 അതും ഏഡ് ചെയ്തത് ഇതാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയ ഒരാളാണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് സുഖമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ ഒരു കൺഫ്യൂഷൻ പോലും അവർക്ക് വരത്തില്ല. പക്ഷേ ഇനി 11th ഷെഡ്യൂൾ ആണോ 9th ഷെഡ്യൂൾ ആണോ എന്ന് കൃത്യമായിട്ട് നോക്കാതെ പോയ ഒരാളാണെങ്കിൽ ഈശ്വര ഓൾ ഓഫ് ദി അബവ് ആണോ അല്ലെങ്കിൽ B ആണോ C ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതില്ലാത്ത ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ച് ക്രിസ്പായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയ ഒരാളാണെങ്കിൽ ഓൾ ഓഫ് ദി അബവ് കുത്തി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവരുടെ സമയം അവിടെ സേവ് ആയി, 2 മാർക്ക് അവിടെ സേഫ് ആയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിപ്പോ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അമെന്റ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വെറും 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് പൊളിറ്റിയുടെ. അപ്പൊ ഇതും എന്തിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അമെന്റ്മെന്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. Which constitutional amendment act was passed by the parliament with an objective to promote voluntary formation, autonomous functioning, democratic control and professional management of cooperative societies? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഡെമോക്രാറ്റിക് കൺട്രോളും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അത് അമെന്റ്മെന്റ്സ് കൃത്യമായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് കാണുന്ന സമയത്ത് തന്നെ അവരുടെ ഓപ്ഷൻ എങ്ങോട്ട് പോകും, ഓപ്ഷൻ ഡിയിലേക്ക് പോകും. 97th അമെന്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കൂടെയാണ്, പക്ഷെ എന്നാലും ഇത് അമെന്റ്മെന്റ് എന്നാണ്. 122ാമത്തെ അമെന്റ്മെന്റ് ബില്ലാണ് ചോദിച്ചിട്ടുള്ളത്. GST ആണ്, എല്ലാവർക്കും അറിയാം. 101ാമത്തെ നിയമവും ആണ്, 122ാമത്തെ ബില്ലും ആണ് GST. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് PSC മെയിൻസിന്റെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ അമെന്റ്മെന്റ്സ് പഠിക്കണം എന്ന്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ, ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് ചോദിച്ചിട്ടില്ല. അവര് പറഞ്ഞിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 1ാമത്തെ അമെന്റ്മെന്റ് തൊട്ട് 106 വരെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവര് പറഞ്ഞിട്ടുള്ള അമെന്റ്മെന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഞാൻ കുറച്ച് മേജർ അമെന്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് പ്രസിഡന്റ്. ഞാൻ 2 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്, കാരണം പൊളിറ്റിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് തന്നെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്.
അപ്പൊ പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദി ആരാണ്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് പ്രസിഡന്റ്. ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ റിയൽ അതോറിറ്റി പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ നോമിനൽ ഹെഡ് ആണ് പ്രസിഡന്റ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മറ്റു പല കാര്യങ്ങളിലും ഏറ്റവും റിപ്പബ്ലിക് ഹെഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇത് അപ്ലിക്കേഷൻ ഓഫ് നോളജും ആണ് എന്ന ഒരു എലിമിനേഷൻ ടെക്നിക്ക് കൂടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്താണ്, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? ശരിയാണ്, ആൻസർ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഓഫ് നോളജും കാണാൻ പറ്റും, എന്നാൽ അതിന്റെ കൂടെ തന്നെ എന്തും കാണാൻ പറ്റും? അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു എലിമിനേഷൻ വർക്ക് ആവും. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നെ നിങ്ങൾ നോക്കണം, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അവർ ചോദിച്ചത്. അവർ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇൻകറക്റ്റും കറക്റ്റും ഒക്കെ മാറി മാറി ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക, കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ദി പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി സ്പീക്കർ ഓഫ് ലോക്സഭ. ശരിയാണോ? ആവോ? അറിയത്തില്ല. ലോക്സഭ സ്പീക്കർക്കാണോ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? അറിയത്തില്ല. നെക്സ്റ്റ് എന്താണ്? 1 and 3 ഒക്കെ ആൻസർ വന്ന ആളുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ദി പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ വൈസ് പ്രസിഡന്റിന് കൊടുക്കുന്നെന്ന് പറയുന്നു, സ്പീക്കറിന് കൊടുക്കുന്നെന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വൈസ് പ്രസിഡന്റിന് കൊടുക്കുന്നെന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? ഹിസ് റിമൂവൽ ഫ്രം ഓഫീസ് ഈസ് ടു ബി അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 61 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്ക് അറിയത്തില്ല, ഇത് ശരിയാണോ 61 ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇപ്പൊ ഞാൻ ഒന്നും അറിയാത്ത ഒരാളാണ്, ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും ഒരു ബോധവും ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, ആർട്ടിക്കിൾ 1 സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ഒന്ന് വായിച്ചേ. ഒന്നാമത്തതിൽ പറയുന്നു പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് സ്പീക്കർക്കാന്ന് പറയുന്നു. രണ്ടാമത്തതിൽ എന്ത് പറയുന്നു? വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവൂ? എന്തായാലും രണ്ടും കൂടെ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ 1ഉം 2ഉം ഒരുമിച്ച് വരുന്ന എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ സി നോക്കിക്കേ, 1 and 2 വരുന്നുണ്ട്. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അത് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്തു. ഡി കണ്ടോ, ഓൾ ഓഫ് ദി അബവ്, 1ഉം 2ഉം വരുന്നില്ലേ? അപ്പൊ ഇതും എലിമിനേറ്റ് ചെയ്തു. അപ്പൊ തന്നെ നിങ്ങളെ ശരിയാവാനുള്ള സാധ്യത എന്തായി? 50-50യിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഈ 61 ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയ പോലുമില്ല, പക്ഷെ എനിക്ക് അറിയാം 61 ശരിയാണെന്ന്. എങ്ങനെയാണ്? ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയും ആണ് ഇനി ബാക്കിയുള്ളത്. അതിൽ രണ്ടിലും ഓപ്ഷൻ നമ്മളെ ഈ സ്റ്റേറ്റ്മെന്റ് 3 കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് 61 എന്താണെന്ന് പോലും അറിയത്തില്ല, പക്ഷെ 61 ശരിയാണ്, അതാണ് നമ്മളെ ഈ റിമൂവലിനെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ലോജിക്ക് എത്രത്തോളം. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ലോജിക്ക് എനിക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കൃത്യമായിട്ടൊരു ബോധത്തിലേക്ക് ആ ഒരു അപ്ലിക്കേഷൻ ഓഫ് നോളജ് കൂടെ ഉണ്ടാവണം. പക്ഷെ ഇനി ആൻസർ ശരിയാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നോളജ് ഉണ്ടാവണം. ലോക്സഭാ സ്പീക്കർക്കായിരിക്കോ വൈസ് പ്രസിഡന്റിനായിരിക്കോ? നമുക്കറിയാം പ്രസിഡന്റ് എന്തല്ല, ലോക്സഭാ മെമ്പർ ഒന്നും അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ലോക്സഭാ മെമ്പർ അല്ലാത്ത ഒരാൾ സ്പീക്കർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ബി, അതായത് എന്താണ് 2 and 3 എന്നുള്ള ഓപ്ഷനിലേക്ക് എനിക്ക് വരാൻ പറ്റും. ഇനി ഇതൊന്നും അറിയേണ്ട, ഇതെല്ലാം അറിയുന്ന ഒരാളാണ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ ഓപ്ഷനുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ ഒറ്റ കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ എ എലിമിനേറ്റ് ആയി, ഓപ്ഷൻ സി എലിമിനേറ്റ് ആയി, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ആയി, ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ കണ്ടില്ലേ എത്ര വേ ആണ്? ഓരോ വഴിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിൽ എത്താൻ പറ്റും. കൃത്യമായിട്ട് ആ ഒറ്റ കാര്യം അറിയുന്ന ഒരാളാണെങ്കിൽ കണ്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ഇതൊന്നും കാണത്തില്ല. സ്പീക്കർ, വൈസ് പ്രസിഡന്റ് ഏതാ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? PSC അവിടെ ഇട്ടിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ടാവണം. ആ നോളജ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇവിടെ ഈ വൈസ് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ സമയത്തിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ എത്ര വിലപ്പെട്ട സമയം. നിങ്ങൾ ഈ LSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നോ? ഒരു ബുക്ക്ലെറ്റ് പോലെയായിരുന്നു. പലരും ഇങ്ങനെ പരിഹസിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വായിച്ച് അതാണ് കഴിവ്. എന്ത് ചെയ്യണം? നമുക്ക് ഈ വലിയ വലിയ ഫയലുകളൊക്കെയാണ് നമുക്ക് എത്താൻ. അപ്പൊ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ആ സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അതാണ് PSC ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കൊരു 6th സെൻസ് എന്നൊക്കെ പറയും, അത് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, പ്രസിഡന്റിനെ പറ്റിയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്.
പ്രസിഡന്റിന്റെ ടേം ആണ് ചോദിച്ചത്, 5 years ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ്, എങ്ങനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ബൈ റെസിഗ്നേഷൻ ഇൻ റൈറ്റിംഗ് അണ്ടർ ഹിസ് ആൻഡ് അഡ്രസ്ഡ് ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസിനാണോ? അല്ല, നമുക്കറിയാം ഈ ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. 2 and 3 ആണ്. ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാനിപ്പോ പറഞ്ഞ സെയിം കാര്യമാണ്. പിന്നെ നീതി ആയോഗിന്റെ ആണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ പെർസ്പെക്റ്റീവിൽ എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ആരാണ് ചെയർമാൻ? പ്രസിഡന്റ് അല്ല. ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ 2005 വന്നത്, 2015 അറിയാം. ഞാൻ പ്രസിഡന്റ് എന്നുള്ള ഒരു ടേം ഉള്ളത് കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഏരിയ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്, പക്ഷെ ഞാനൊരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അപ്രോച്ചസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? UPSC മോഡലിലേക്ക് സ്വിച്ച് ചെയ്യാം. നമ്മൾ ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇനി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൺസെപ്റ്റ്സ് പക്ക ക്ലിയർ ആക്കി വെക്കുക. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ കോർ ടോപ്പിക്സ് എന്ത് ചെയ്യുക? ഡീപ്പായിട്ട് പഠിക്കുക. പിന്നെ ഈ ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? അനലറ്റിക്കൽ ആയിട്ട് നമ്മൾ അതൊക്കെ അനലൈസ് ചെയ്യുക. കാരണം PSC ചിലപ്പോൾ നമ്മളെ വട്ടം കറക്കാൻ ഈ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി പിടിച്ചേക്കാം. അപ്പോഴും നമ്മൾ കുലുങ്ങരുത്. നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പ്രാവശ്യം നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് റിവിഷൻ ആണ്. 2 or 3 പ്രാവശ്യം നിർബന്ധമായിട്ടും, അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തിരിക്കണം എക്സാമിന്റെ മുന്നേ. ഈ രണ്ടാമത്തെ റിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഏരിയാസ് ഏതൊക്കെയാണ്. കാരണം നമ്മൾ PYQ ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ, ഓരോ ക്ലാസ്സുകളിലായിട്ട് PYQ ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ഒരു സമയമാകുമ്പോഴേക്ക് രണ്ടാമത്തെ റിവിഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കീ ഏരിയാസ് കിട്ടും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇനി എത്ര ആസ് മച്ച് യു ക്യാൻ, എത്ര നിങ്ങൾക്ക് പറ്റുമോ അത്രയും തവണ നിങ്ങൾ എന്ത് ചെയ്യുക? അത് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. കീ ഏരിയാസ് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ആസ് മച്ച് യു ക്യാൻ, നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും നിങ്ങൾ അത് റിവിഷൻ ചെയ്തേക്കും. ആ കീ ഏരിയാസ്, അവിടെയാണ് നമ്മളെ സക്സസ് ഇരിക്കുന്നത്. റിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാല് സക്സസിന്റെ കീ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ടെസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും, കാരണം നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. എക്സാം എങ്ങനെയായിരിക്കും എക്സാം? പല കുട്ടികളും കാണാറുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫുൾ മാർക്കും നെഗറ്റീവ് അടിച്ച് പോകുന്ന കാണാം. അപ്പൊ എക്സാമിന്റെ ഒരു സ്കില്ല് കൂടെ ഉണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു സ്കില്ല് കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ എലിമിനേഷൻ സ്കില്ലുകളായിരിക്കും. ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് വരുന്നത് അവർ കൃത്യമായിട്ട് വായിക്കാത്തതുകൊണ്ടായിരിക്കും. ഈ നോട്ടൊന്നും അവർ കാണുന്നുണ്ടാകത്തില്ല. പിന്നെ PSC പല സ്ഥലത്തും ഹിന്റുകൾ ഇട്ടിട്ടുണ്ട്, അതൊന്നും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതിനൊന്നും എളുപ്പ വഴികളില്ല. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. എത്രത്തോളം ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സബ്ജക്ട് വൈസ് ആദ്യം അറ്റൻഡ് ചെയ്യാം. പിന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഈ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് 70 ശരിയും 20 തെറ്റും വന്നു. ആ 20 തെറ്റ് എങ്ങനെ വന്നു? എവിടെയൊക്കെ തെറ്റി? എന്തുകൊണ്ട് തെറ്റി? ഈ ക്വസ്റ്റ്യൻ എനിക്ക് കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാ. അപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കുക. കൺസെപ്റ്റ് അപ്പൊ തന്നെ പഠിക്കുക. പിന്നെ രണ്ടാമത്, ഞാൻ ഇവിടെ വായിച്ചത് തെറ്റിപ്പോയി. അപ്പൊ എന്ത് ചെയ്യാ? അതെന്ത് ചെയ്യാ? ഫുള്ള് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അത്തരത്തിൽ എങ്ങനെ തെറ്റുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാ? കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പൊ ഇനി ആ തെറ്റ് എന്ത് ചെയ്യരുത്? അടുത്ത ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തെറ്റ് വരുത്താം, പക്ഷെ ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുന്നതോറും എന്ത് ചെയ്യണം? തെറ്റ് കുറഞ്ഞു വരണം. കാരണം എന്ത് ചെയ്യണം? ഒറിജിനൽ നമ്മളെ ടെസ്റ്റിൽ ഒരു തെറ്റ് പോലും നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും UPSCന്റെ ആൾക്കാരൊക്കെ എന്താണ്, അവര് എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്തിട്ട് പിന്നെ ടെസ്റ്റ് സീരീസ് ആണ് ഇരിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ടെസ്റ്റ് സീരീസ് എടുക്കാത്ത ഒരാൾ പോലും എന്ത് ചെയ്യില്ല, അവർക്ക് മുന്നോട്ട് പാസ്സായിട്ട് UPSC ഒന്നും ആണെങ്കിൽ തീരെ ഒട്ടും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സ്പൂൺ ഫീഡിങ്ങും തത്തമ്മ പൂച്ചയും ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ 2019 ശേഷം എന്ത് ചെയ്തു? പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് ഈ LSC മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല എന്താ പറയാ, വെറുതെ ഒരു ഈസി അറ്റംപ്റ്റ് ഒന്നും കൊടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ട്രാറ്റജി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യുക. മാക്സിമം ഇപ്പൊ തന്നെ ഒരു 2 മാസം കൊണ്ട് എന്ത് ചെയ്യാം? സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തൊരു 2 മാസം എന്ത് ചെയ്യാം? റിവിഷനും ടെസ്റ്റ് സീരീസും ഒക്കെ ആയിട്ട് പ്രിലിംസ് ആകുമ്പോഴേക്കും നമ്മൾ മെയിൻസ് എഴുതാൻ റെഡി ആയിരിക്കണം.
PYQ പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, ഡിഗ്രി ലെവൽ എക്സാമുകളുടെയാണ് നോക്കേണ്ടത്. പറ്റുമെങ്കിൽ UPSC കൂടെ നോക്കുക. പിന്നെ നിങ്ങൾ LDC അല്ലെങ്കിൽ 10th ലെവൽ പ്ലസ് 2 ലെവലൊക്കെ ഒന്ന് വായിച്ചു പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഗ്രി ലെവലാണ്. പിന്നെ നമുക്ക് ഡിഗ്രി ലെവലിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പാറ്റേൺ ചേഞ്ചിൽ വന്നിട്ടില്ല. ഈ ഒരു 2-3 വർഷത്തേലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UPSC എടുക്കാം. UPSC എന്ത് ചെയ്യാം, പല ക്വസ്റ്റ്യൻസും UPSCയുടെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പൊളിറ്റിയിലൊക്കെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പണ്ടേ UPSC ഇട്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴാണ് PSC എടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, UPSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 2 മാസം കൊണ്ട്, ആരോ എന്തോ ചോദിച്ചു, ഒരു മിനിറ്റ്, 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ആസ് എ ബിഗിനർ? ഷുവർ, നിങ്ങൾക്ക് 2 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടൊരു പാറ്റേൺ. ഞാൻ പറഞ്ഞത് വാരി വലിച്ച് പഠിക്കുന്ന കാര്യമല്ല, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ആസ് എ ബിഗിനർ കുറച്ചും കൂടെ ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, അവർ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാൽ ഒന്നും അറിയാതെ ഒരു ബിഗിനർ ആണെങ്കിൽ അവരെ വേഗം പഠിച്ചു പോകാനും അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മുന്നോട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ആ ഒരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ, അത്യാവശ്യം നല്ല ടഫ് ലെവലിലേക്ക് തന്നെയാണ് എക്സാംസ് പോകുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട്, ഇപ്പൊ നല്ല സീരിയസ് അല്ല എന്നല്ല, 2 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങൾ സീരിയസ് ആണെന്ന്. അപ്പൊ ഈ ഒരു സീരിയസ്നെസ് നമ്മൾ ഏപ്രിൽ മെയിൽ എക്സാമുകൾ നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു സീരിയസ്നെസ്സോട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നമ്മളെ ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു ബാച്ചിന്റെ കാര്യം പറയുന്ന സമയത്ത്, നമുക്ക് ഈ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണുള്ളത്. ബുധനാഴ്ചയാണ് ബാച്ച് ആരംഭിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് എടുത്തിട്ടുള്ള നിങ്ങളെ ഈ ടീച്ചേഴ്സ് തന്നെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിച്ച് തീർക്കാം. പഴയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. നല്ല കൃത്യമായിട്ടുള്ള നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ NCERTs ഒന്നും എക്സ്ട്രാ പിന്നെ റെഫർ ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടാവത്തില്ല. ഈ ബുധനാഴ്ചയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. പ്രിലിംസ് കം മെയിൻസ് ആണ്. നമ്മൾ പ്രിലിംസ് അല്ല, മെയിൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വേറൊരു അഡീഷണൽ പിന്നെ നോക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്മളെ ക്ലിയർ ആക്കി തരാം നിങ്ങളെ. ആ ഒരു ഇതിൽ നിങ്ങൾ നമ്മളെ കൂടെ നിന്നാൽ മതി. പിന്നെ ഈ ഒരു 2 ദിവസത്തെ സെക്ഷനിൽ ഹെൽപ്പായി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു 40% ഡിസ്കൗണ്ട് MNPSC കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 8,999 ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 40% ഡിസ്കൗണ്ടോട് കൂടി ഇപ്പൊ 5,400 ആണ് നിങ്ങൾക്ക് പറയുന്ന റേറ്റ്. ഈ സെക്ഷനുകളിൽ പങ്കെടുത്ത ആളുകൾക്കാണ്. ഈ 2 ദിവസത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാമിനോടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തിപ്പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? എക്സാം പെർസ്പെക്റ്റീവിലോ നമ്മുടെ പൊളിറ്റി പെർസ്പെക്റ്റീവിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ 2 ദിവസത്തെ സെക്ഷൻ ഇന്ന് അവസാനിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ബിഗിനേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ നമ്മുടെ ബാച്ചിൽ നമ്മൾ ടെസ്റ്റ് സീരീസുകളായാലും പിന്നെ നമ്മളെ PDF കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു മെറ്റീരിയൽ നോക്കേണ്ട കാര്യം വരത്തില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമുക്ക് മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി മെന്റർഷിപ്പ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നമ്മളെ ബാച്ചിനെ കുറിച്ചോ, അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മളെ എക്സാമിനെ കുറിച്ചോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇല്ല എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളെ ഈ 2 ഡേ സെക്ഷനിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. പങ്കെടുത്തതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബാച്ചിലേക്ക് വരിക. നമ്മൾ നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എനിവേ താങ്ക് യു.